അലുമിനി എന്നുള്ളൊരാശയം എന്നെ സംബന്ധിച്ച് ഞാൻ ജോയിൻ ചെയ്ത ഉടനെ തന്നെ സെക്കൻഡ് ബാച്ച് കൊമേഴ്സ് സ്റ്റുഡൻസ് മുമ്പിലേക്ക് വെച്ച ഒരു കാര്യമായിരുന്നു. അവരെ ഇറങ്ങിയ ഉടനെ തന്നെ 2000 ഫസ്റ്റ് അലുമിനി മീറ്റിംഗ് അവർ നടത്തി. അപ്പോൾ ആ കുട്ടികളുടെ ഇടയിൽ നിന്ന് സ്ഥാപനത്തിനും സമൂഹത്തിനും നല്ല രീതിയിൽ നമ്മുടെ അലുമിനിയെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അലുമിനി ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് ഒരു സ്ഥാപനത്തിൻ്റെ മാനേജറാണ്. പുള്ളി ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, സാറേ എനിക്ക് ഇന്ന ക്വാളിഫിക്കേഷനുള്ള ഒരാളെ വേണം, ഇന്ന രീതിയിലുള്ള. അപ്പോൾ തന്നെ ഒരു കുട്ടിയെ നമ്മുടെ ഇവിടെ തന്നെയുള്ള ഒരു കുട്ടിയെ ഞാൻ ഒബ്സർവ് ചെയ്ത് മനസ്സിലായി, അതിനെ പറ്റിയ ഒരു കുട്ടിയാണെന്ന് മനസ്സിലാക്കി ഞാൻ ആ കുട്ടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. എനിവേ അയാൾക്ക് ആ ജോലി കിട്ടി. ഇപ്പം ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്നു. അപ്പോൾ ഇത്തരത്തിൽ അലുമിനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി നല്ല കാര്യങ്ങൾ ക്യാമ്പസ് വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള അധ്യാപകരെ, ഇവിടെ പഠിച്ചുപോയ പൂർവ്വ വിദ്യാർത്ഥികളെ, എനിക്ക് തോന്നുന്നു ഒരു ശിഷ്യബന്ധത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഞാനും പല അലുമിനിയിൽ അംഗമാണ്. പഠിച്ച കോളേജുകളിലൊക്കെ അലുമിനി മീറ്റിങ്ങിന് പരമാവധി പോകാനായിട്ട് ഞാൻ പരിശ്രമിക്കാറുണ്ട്. ആദ്യം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങളുടെ MBA ഞങ്ങൾ പഠിച്ച കോളേജിൽ അലുമിനി ഡൽഹിയിലായിരുന്ന സമയത്തൊക്കെ പോകുമായിരുന്നു. ഇപ്പോഴും പറ്റാവുന്ന സമയത്തൊക്കെ നമ്മൾ പോകാറുണ്ട്. അതുപോലെ ഭാരതമാതാവിലെ അലുമിനി മെമ്പറാണ്. തീർച്ചയായിട്ടും ഈ മീറ്റിങ്ങുകളിലാണ് സൗഹൃദങ്ങളൊക്കെ, അതുപോലെ ഗുരു ശിഷ്യ ബന്ധമൊക്കെ കൂടുതൽ വളരുക. തീർച്ചയായിട്ടും നമ്മുടെ അലുമിനിയം രജിസ്റ്റേർഡായി. നമ്മളത് കുറച്ച് പേരുള്ളൂ എങ്കിലും കുറച്ച് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് തീർച്ചയായിട്ടും ഇത് ഇനിയും വളരുമെന്നുള്ളത് തീർച്ചയാണ്. കാരണം റോയ് സാറ് വളരെ ഭംഗിയായിട്ട് ഇതിനെ തുടക്കം കുറിച്ചു. ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും എനിക്ക് തോന്നുന്നു ഇതിനൊരു റിപ്പോർട്ട് ഉണ്ടാകണം, നമുക്ക് എടുത്തിന് തീരുമാനങ്ങൾ നടപ്പിലാക്കാനായിട്ട് നമ്മുടെ പരിശ്രമങ്ങൾ ഉണ്ടാകണം. അപ്പോൾ തീർച്ചയായിട്ടും മനുഷ്യനെന്ന് ബന്ധങ്ങൾ ആവശ്യമാണ്. എല്ലാവർക്കും അറിയാം, ബന്ധങ്ങളില്ലാതെ ലോകത്ത് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. ഗുരു ശിഷ്യ ബന്ധവും സൗഹൃദങ്ങളും ഈ ജീവിതത്തിൽ വളരെ അത്യാവശ്യം. അതുകൊണ്ടാണ് അലുമിനിക്കൊക്കെ കൂടുതൽ പ്രസക്തി ഉണ്ടാകുന്നത്. ക്ലാസ്മേറ്റ് സിനിമയ്ക്ക് ശേഷമാണ് അത്രമാത്രം എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള തോൽ സ്പർശങ്ങൾ ഈ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വളരെ വിലയേറിയ സംഭാവനയാണ്. അതുപോലെ കോളേജിനെ കുറിച്ച് അറിയാനും ഈ ഒരു വർഷം നടക്കുന്ന കാര്യങ്ങൾ അറിയാനും അറിയാൻ ഏറ്റവും നല്ല സമയമാണ്. ഇപ്പോൾ നമ്മളുടെ 2 പ്രശസ്തരായിട്ടുള്ള അധ്യാപകർ കോളേജിൽ നിന്ന് വിടവാങ്ങുന്നു. അവരും ഈ അലുമിനി ഇനിയും വരുമെങ്കിലും നമ്മളുടെ പ്രിൻസിപ്പൽ ജെൻസൺ സാറും അതുപോലെ ടോബി സാറും വളരെ സുദീർഘമായിട്ടുള്ള സേവനത്തിന് ശേഷം അവരുടെ റിട്ടയറിംഗ് ലൈഫിൽ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നില്ല. പക്ഷേ ഇനിയും ഊർജിതമായിട്ട് ഇപ്പം ഗവൺമെൻറ് തലത്തിൽ നിന്ന് മാറി ഇനി അവരുടേതായിട്ടുള്ള റിയൽ ക്രിയേറ്റീവായിട്ടുള്ള അവരുടെ പ്രൈവറ്റ് ലൈഫും സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾക്കനുസരിച്ചുള്ള ഔദ്യോഗിക ജീവിതം ഇനി ആരംഭിക്കും. റിട്ടയറിംഗ് അല്ലെങ്കിൽ മാവുൽ സാറൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഇപ്പോഴും പ്രവർത്തിക്കും. അതുപോലെ തന്നെ എനിക്ക് ഉറപ്പാണ് ഈ 2 അധ്യാപകരും ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തെന്ന് തോന്നുന്നു. വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള വഴിയിലാണ് അവർ 2 പേരും. ഒരു 2 പേർക്ക് നമുക്ക് കോളേജിൻ്റെ അലുമിനിയുടെ ആശംസകളും അഭിനന്ദനങ്ങളും സ്നേഹം. പൂർവ്വ വിദ്യാർത്ഥികൾ, വിശദമായൊരു ചർച്ചയ്ക്ക് ഉള്ള സമയമില്ല. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടല്ല, നമ്മൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷെ കുറച്ച് പേരേ ഉള്ളൂ എന്ന് വിചാരിച്ചാലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി തുടങ്ങിയപ്പോൾ അവിടുത്തെ സ്റ്റുഡൻറ് സ്ട്രെങ്ത് 9 വെറും 9 പിള്ളേർ. ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇലഞ്ഞി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇപ്പോൾ 2 വർഷമായുള്ളൂ. അതിൻ്റെ ഒരു മീറ്റിങ്ങിൽ പ്രസംഗിക്കേണ്ടി വന്നപ്പോൾ ഞാൻ റെഫർ ചെയ്തതാണ്. ഞങ്ങൾ 9 പിള്ളേരെ വെച്ചാണ് തുടങ്ങിയത്. 2022 9 പിള്ളേരെ വെച്ച് തുടങ്ങി. ഇപ്പോൾ 110 പിള്ളേരുണ്ട്. ഈ വർഷം അത് 200 ആവുമെന്ന് എനിക്കൊരു സംശയമില്ല. വിശ്വവിഖ്യാതനായ ചിന്തകൻ ആൽവിൻ ടോപ്ഫ്ലർ പറഞ്ഞത് എത്ര പേര് വന്നു എന്നുള്ളതല്ല, എത്ര പേര് ശക്തമായി വന്നവരെത്ര ശക്തമായിട്ടുള്ളവരാണ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. എനിക്കും തോന്നുന്നു ആളെണ്ണം കുറഞ്ഞു പോയത് കുറച്ച് നമ്മൾ സയൻറ്റിഫിക്കായിട്ട് ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. കാരണം ചെറിയ ചെറിയ അലുമിനികളിൽ ഡിപ്പാർട്ട്മെൻറ്റ് വൈസും അല്ലെങ്കിൽ വ്യക്തിഗതമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അലുമിനികളിലൊക്കെ കുട്ടികൾ വരാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിതിനകത്ത് ചെയ്യാമായിരുന്നൊരു കാര്യം, അല്ലെങ്കിൽ ഇനി ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ റോയ് സാർ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്.
നമുക്ക് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നേരിട്ട് കോണ്ടാക്ട് ഉള്ളവരാണ്. അപ്പോൾ പൂർവ്വ അധ്യാപകരെ കൊണ്ട് കുറേ പേരെങ്കിലും വിളിപ്പിച്ചാൽ, ഇപ്പോൾ ഫോൺ നമുക്ക് വിളിക്കാം, മെസ്സേജ് അയക്കാം, അവർ ഒരു പക്ഷേ റെസ്പോണ്ട് ചെയ്തേക്കാം. ഞാനൊരു കാരണം പറയാം. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥിയും വൈക്കം ആദരണീയ വൈക്കം MLA യുമായിട്ടുള്ള ആശ ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുക. അപ്പം അടുത്ത മാസമേ പുള്ളിക്കാരി ഇനി പൊതുവേദിയിൽ പോകും. പക്ഷേ 6-ാം തീയതി ഞങ്ങളുടെ കോളേജിൻ്റെ ഒരു വലിയ പരിപാടി വൈക്കത്ത് വെച്ച് നടക്കുന്നുണ്ട്. ഞാനപ്പോൾ ആശയെ വിളിച്ച് പറഞ്ഞു, നമ്മുടെ ഇങ്ങനെ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സാറേ എനിക്ക് തീരെ വയ്യ. താഴത്തെ വരാൻ കാണിക്കുന്ന ഒരു വലിയ മനസ്സ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ വ്യക്തിപരമായി ബന്ധപ്പെടുന്നത്, അല്ലാതെ ഒരു നോട്ടീസ് കണ്ടിട്ടാലും വരില്ല. അപ്പം എനിക്ക് തോന്നുന്നത് അടുത്ത മീറ്റിങ്ങുകളിലെങ്കിലും എല്ലാവരെയും അല്ലെങ്കിൽ കുറേ അധ്യാപകരെ എങ്കിലും നമ്മൾ തിരഞ്ഞുപിടിച്ച് ആക്സസിബിൾ ആയിട്ടുള്ള കുറച്ച് പേരെങ്കിലും തിരഞ്ഞുപിടിച്ച് അവരെ കൊണ്ട് കുറേ പേരെ കോണ്ടാക്ട് ചെയ്യിപ്പിക്കുക. അവർക്ക് അവരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ലീഡേഴ്സ്, സ്റ്റുഡൻറ് ലീഡേഴ്സ്, അല്ലെങ്കിൽ ആ സമയത്തെ യൂണിയൻ ലീഡേഴ്സ്, അങ്ങനെയുള്ള കുറേ പേരുണ്ട്. അവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് സ്ട്രെങ്ത് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്. ഇത് ഈ ഫസ്റ്റ് മീറ്റിംഗ് ആയിട്ട് കൂട്ടിയാൽ മതി. രജിസ്ട്രേഷൻ കിട്ടിയിട്ട് ആദ്യത്തെ മീറ്റിംഗ് ഇല്ല. ഒന്നും വിഷമിക്കണ്ട, ധൈര്യമായിട്ടുണ്ടോ, ഇത് സംഭവം റെഡിയായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ കുറച്ച് പേര് കൂടി എന്നുള്ളത് ഒരു വിഷമമുള്ള കാര്യമില്ല. പിന്നെ കഴിയുന്നത് മീറ്റിങ്ങുകൾ രാവിലെ കൂടുക. ഉച്ച കഴിഞ്ഞ് എല്ലാവർക്കും ലേറ്റ്നെസ് വരുന്ന കാര്യമാണ്. അപ്പം രാവിലെ കൂടുക. നമുക്കിപ്പോൾ ഇതൊരു ഹോളിഡേയിൽ രാവിലെ കൂടുന്ന തടസ്സം എന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് 10 മണിക്ക് കൂടാമല്ലോ. 10 മണിക്ക് കൂടുമ്പോഴത്തേക്ക് കുറച്ച് പേർക്ക് പോകാനുള്ള സൗകര്യം കൂടുമെന്നാണ് തോന്നുന്നു. ഉച്ച കഴിഞ്ഞ് ആകുമ്പോൾ ആളുടെ ലഥാർത്ഥിക്കാവും വരാനുള്ള ഒരു സൗകര്യം. ഊണൊക്കെ ചെയ്യാൻ പോയി ഇനി ആൾ കുറവായിരിക്കും, ഞാൻ പോയിട്ടിനി ഞാൻ വെറുതെ കൊണ്ടുവരാവണ്ട എന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയില്ല. അപ്പോൾ രാവിലെ കൂടുതൽ ഒരു സജഷനാണ്. 2, റോയ് സാറ് ഈ പറയുന്ന പോലെ ടീച്ചർ അഡ്വൈസറാണ് ടു ദ അലുമിനി. അദ്ദേഹത്തിൻ്റെയും ജൂബിയുടെയും ഒക്കെ. ഇപ്പോൾ ജൂബി പറഞ്ഞത് നമുക്ക് ഇനി അടുത്ത സാറേ ഞാൻ പറഞ്ഞ അടുത്ത ശക്തമായൊരു മീറ്റിംഗ് നടത്തിയിട്ട് ജൂബി പടിയിറങ്ങാറുള്ളൂ. ജൂബി ഒത്തിരി കാര്യങ്ങൾ എഡ്യൂക്കേഷൻ രംഗത്ത് സയൻറ്റിഫിക്കായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം, ഞങ്ങളുടെ കോളേജിലൊക്കെ ഒത്തിരി എക്സ്പെരിമെൻറ്റുകൾ ചെയ്യുന്നുണ്ട്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഇന്നത്തെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 20,000 ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസും 30,000 ഡയറക്റ്റ് സ്റ്റുഡൻസും 50,000 മുകളിലാണ്. 9 പേരെ വിളിച്ച് 50,000 ആവാമെങ്കിൽ ഇത് എത്ര കണ്ട് മടങ്ങ് വലുതാക്കാൻ നമുക്ക് കഴിയും. കാരണം നമ്മൾ എത്ര വർഷത്തെ സ്റ്റാൻഡിംഗ് ഉണ്ട്. 81-ൽ തുടങ്ങിയ കോളേജാണ്. നമുക്ക് ഒത്തിരി അധികം ഇൻഫ്രാസ്ട്രക്ചർ, അക്കാഡമിക് ഡെവലപ്മെൻറ്റുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, കഴിഞ്ഞ വർഷങ്ങളിൽ. കാരണം ആദ്യത്തെ ഘട്ടം മുതൽ നാക്കിൽ പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് 3 നാക്കുകൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ കോളേജ് ഒരു പാരഡൈം ഷിഫ്റ്റ് തന്നെ നടത്തിയിട്ടുണ്ട്. വലിയ ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. പക്ഷെ അതിനെ എങ്ങനെ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, എങ്ങനെ കുറച്ചും കൂടെ നമ്മളുടെ ഈ അലുമിനി എന്ന് പറയുന്നത്, രജിസ്റ്റേർഡ് അലുമിനി എന്ന് പറയുന്നത് അടുത്ത അക്രഡിറ്റേഷൻസ് ഒക്കെ വരുമ്പോൾ ഇനി നാക്ക് ആയിരിക്കുമോ മറ്റെന്തെങ്കിലും ഏജൻസി ആയിരിക്കുമോ നമുക്കറിയില്ല. whatever it may be, the alumni is a very important factor. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അതിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. അതിന് എൻ്റേതായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും നൽകുമെന്ന് ഞാൻ പറയുന്നു. ഒപ്പം തന്നെ നമ്മുടെ ഈ കലാലയത്തിൽ ഇത്രയും നാളത്തെ ദീർഘമായ സുദീർഘമായ സേവനത്തിന് ശേഷം ലഭിക്കുന്ന ഔദ്യോഗികമായി വിരമിക്കാതെ വായില്ല നല്ല 2 ചെറുപ്പക്കാർ കഷ്ടമായി അവർ രണ്ടുപേരും ഇവിടുന്ന് പറഞ്ഞു ജോബി സാറിനെ. അപ്പം ഇപ്പോഴും ചുറുചുറുക്കോടെ ഇനിയും എത്ര വർഷം മുൻപോട്ട് നയിക്കാമെന്ന്. പക്ഷെ എന്തോ നമ്മുടെ ഇന്ത്യയിൽ തിരിച്ചതുകൊണ്ട് നമ്മളുടെ എല്ലാ സ്നേഹവും പിടിച്ചു പറ്റിയ നമ്മൾക്ക് നിരവധി നല്ല വിദ്യാർത്ഥികളെ സമ്മാനിച്ച, നിരവധിയായിട്ടുള്ള സൈറ്റേഷൻ സമ്മാനിച്ച നല്ല ഒരു പാരമ്പര്യം നൽകിയ 2 അധ്യാപകരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അനുമോദിക്കുന്നു. യാത്രാമംഗളങ്ങൾ നേരുന്നു. വന്നു ചേർന്ന് എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയോടെ സ്മരിക്കുന്നു. അടുത്ത പ്രാവശ്യം നമ്മളെല്ലാവരും 5 പേരെ വെച്ചെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിന് വേണ്ടുന്ന ശ്രമം നമ്മുടെ റോയ് സാറിൻ്റെയും ജൂബിയുടെയും സെക്രട്ടറിയുടെ ഭാഗത്തും എല്ലാ മെമ്പർമാരുടെയും എക്സിക്യൂട്ടീവ് മെമ്പറുടെ ഭാഗത്തും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി. വലിയ ആരാധനയോടെ നോക്കിയിരുന്ന നമ്മുടെ ടോമി സാറ്, എന്നാൽ എന്താണെന്നറിയില്ല, ഞാനിപ്പോൾ ഇവിടെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. സാർ ഇതുപോലെ കുറേ ഫിസിക്സിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഇങ്ങനെ ഫസ്റ്റ് ഇയറൊക്കെ വന്ന് ചെയ്ത് നല്ല രീതിയിൽ ചെയ്തു വരുമ്പോൾ എവിടുന്നോ ചിലപ്പോൾ ബാക്ക് 83 പേര് ഇരിക്കുന്നതുകൊണ്ടാവാം, ചിലപ്പോൾ ബാക്കിൽ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും 2002 തോന്നുന്നു കോളേജിലെ NSS യൂണിറ്റിൻ്റെ വോളണ്ടിയർ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് സാറായിരുന്നു എൻ്റെ പ്രോഗ്രാം ഓഫീസർ. അങ്ങനെയാണ് സാറുമായിട്ട് കൂടുതൽ പരിചയപ്പെടാനൊരു അവസരം വന്നത്. അപ്പോൾ ആ സമയത്ത് സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു നമ്മുടെ പ്രിയങ്കരനായ സണ്ണി സാറായിരുന്നു നമ്മുടെ HOD. സാറ് ഈ പറയുന്ന പോലെ
സുവോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ അമ്മക്കോഴി കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചിറകിനടിയിൽ ഒളിപ്പിച്ച് ഇങ്ങനെ വളരെ സേഫായിട്ട് കൊണ്ടുപോകുന്നൊരു അവസ്ഥയിലായിരുന്നു സാറ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആ കുട്ടികളെ എല്ലാം സാറ് ഇങ്ങനെ സാറിൻ്റെ ആ ഒരു ചിറകിനടിയിൽ ഒളിപ്പിച്ച് സംരക്ഷിച്ച് കൊണ്ടുപോകുന്നതിനിടയ്ക്ക് അപ്പം ഇങ്ങനെ പരിപാടികൾ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടെന്നൊക്കെയുള്ള പ്രധാന നിർദ്ദേശങ്ങൾ നൽകിയത് സാറാണ്. അങ്ങനെ കൊമേഴ്സിലൊരു അധ്യാപകനായിരുന്നിട്ട് കൂടി എനിക്ക് വളരെയധികം വ്യക്തിബന്ധമുള്ളൊരു അധ്യാപകനായിരുന്നു ശ്രീ ജിൻസൺ സാറ്. ഇവരുടെ രണ്ടുപേരുടെയും സേവനം തുടർന്നുള്ള വർഷങ്ങളിൽ ഔദ്യോഗികമായി നമ്മുടെ കോളേജിൽ ലഭ്യമല്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ്. എങ്കിൽ കൂടി മാനേജർ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് കുറച്ച് നാൾ മിസ്സൊന്ന് പിന്നെ മാറി വന്നു. പിന്നീട് ഇപ്പോൾ വീണ്ടും വന്ന് മിസ്സിനെ അറിയാം. പിന്നെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട അധ്യാപകരെല്ലാം അതിൽ എടുത്തു പറയേണ്ട ഒരാളാണ് നമ്മുടെ പ്രിയങ്കരനായ റോയി സാർ. ജോസഫ് ഹസൻ സാറ് പോയതിനു ശേഷം പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്ന റോയി സാറ് സാറിനെ കഴിഞ്ഞ വർഷം ഈ അലുമിനി ഒരു മീറ്റിങ്ങിൽ വന്ന് സാറിനെ ഒന്ന് പരിചയപ്പെടുന്നത് വരെ എനിക്ക് സാറിനെ ഇങ്ങനെ ഇവിടെ 100 പേരോളോ അതേപോലെ 92 പേരോടെ നമുക്ക് മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ ആണ്. എങ്കിലും ഇത്രയും സെക്രട്ടറി സ്ഥാനത്തേക്ക് രഞ്ജിത് നീ അടുത്താണല്ലോ, നീ ഇരുന്നോ. അപ്പം ഞാൻ പറഞ്ഞു സാറേ സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കാൻ സാധിച്ചു എന്നുള്ളൊരു വലിയ കാര്യം തന്നെയാണ്. സാറിൻ്റെ ഒരു പ്രത്യേക നിർദ്ദേശം കൊണ്ടാണ് അങ്ങനെയൊന്ന് സാധ്യമായത് തന്നെ. അതിൽ നമ്മുടെ ജോസി സാറ് ജോയിൻറ്റ് സെക്രട്ടറി ആയും അശ്വിനി ദേവ് ജോയിൻറ്റ് സെക്രട്ടറി ആയും പ്രിയങ്കരനായ നമ്മുടെ അനിൽകുമാർ സാറ് ട്രഷററായിട്ടും പിന്നെ ഞാൻ സ്നേഹത്തോടെ വിളിക്കുന്ന JP ചേട്ടൻ എന്ന സ്നേഹത്തോടെ വിളിക്കുന്ന ശ്രീ ജയപ്രസാദ് ഏതൻ എക്സിക്യൂട്ടീവ് മെമ്പറുമായിട്ടും അതേപോലെ നമ്മുടെ കോളേജ് പ്രിൻസിപ്പൾ ശ്രീ ജിൻസൺ ഡി പറമ്പിൽ സാറ് അതിൻ്റെ കോർഡിനേറ്ററായിട്ടും ഉള്ളൊരു പുതിയൊരു ഭരണസമിതിയാണ് അന്ന് രൂപീകൃതമായത്. അതിൽ പ്രധാനപ്പെട്ടൊരു തീരുമാനമുണ്ടായത് പല അലുമിനി മീറ്റിങ്ങുകൾ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ പല അലുമിനി മീറ്റിങ്ങുകൾ കൊമേഴ്സിൻ്റെ ആയാലും ഞങ്ങളുടെ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റ് ആയാലും അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഒരു പ്രത്യേകം അലുമിനികൾ ഇങ്ങനെ പല ദിവസങ്ങളിലായിട്ട് ഇപ്പോൾ ജനുവരി 26 ഞങ്ങൾ സുവോളജിക്കാർ കുറേ നാളുകൾ കൂടിയിരുന്നാണ്. അന്നുണ്ടായിരുന്ന നമ്മുടെ പ്രിയങ്കരനായ മാനേജർ അച്ഛൻ്റെ ഒരു അനുവാദം നമ്മുടെ കോളേജിൽ ഇങ്ങനെ ഒരു ഔദ്യോഗികമായ ഒരു അലുമിനി പ്രവർത്തിക്കാനുള്ളൊരു അനുമതി നൽകണമെന്നുള്ള രീതിയിലൊരു NOCക്ക് വേണ്ടി അപേക്ഷിക്കാൻ അതായത് NOC വാങ്ങാനായിട്ടൊക്കെ അന്നത്തെ ഒരു കമ്മിറ്റിയിലൊക്കെ ഒന്ന് തീരുമാനമൊക്കെ എടുത്തിരുന്നു. എന്നുവെച്ചാൽ അന്ന് പൊതുയോഗം കഴിഞ്ഞ് ജസ്റ്റ് കൂടി ആ ഒരു കമ്മിറ്റി മീറ്റിംഗ് കൂടുകയാണ്. അതിൽ നമ്മുടെ ടീച്ചർ കോർഡിനേറ്ററായിട്ട് പ്രിൻസിപ്പൽ ജിൻസൺ സാർ ഉണ്ടെങ്കിലും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനായിട്ട് നമ്മുടെ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് നമ്മുടെ റോയി സാറിനെ ഒന്ന് ചുമതലപ്പെടുത്തുകയാണ് ചെയ്തത്. അതിലും ആ ഒരു മീറ്റിങ്ങിലും ഏറ്റവും പ്രധാനമായിട്ടും വന്നിരുന്നൊരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ നടപടികളുമായിട്ട് എത്രയും പെട്ടെന്ന് മുന്നോട്ട് പോവുക. കാരണം തൊട്ടടുത്ത നാളുകളിൽ രജിസ്ട്രേഷൻ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തീരുമാനമുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ജൂലൈ മാസം 24-ാം തീയതി ഞാനും റോയി സാറും കൂടിയാണ് കോട്ടയത്ത് കളക്ടറേറ്റിൽ പോവുകയും അങ്ങനെ നമ്മുടെ ഈ അലുമിനി അസോസിയേഷൻ പ്രസിഡൻ്റായിട്ട് ജൂബി ചേട്ടനും സെക്രട്ടറി ഞാൻ അതേപോലെ വൈസ് പ്രസിഡന്റ് ലക്ഷ്മി ചേച്ചി ഈ പറഞ്ഞ ജോയിൻറ്റ് സെക്രട്ടറിമാരും ട്രഷററായിട്ടും അങ്ങനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെയുള്ള ഒരു ഭരണസമിതി അംഗങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ നമ്മളിങ്ങനെ ഒരു അലുമിനി അസോസിയേഷൻ രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പറൊക്കെ ആയിട്ട് KTM/TC/109/2024 എന്ന രജിസ്ട്രേഷൻ നമ്പറിൽ നമുക്ക് നമ്മുടെ അലുമിനി അസോസിയേഷൻ ഔദ്യോഗികമായിട്ട് രജിസ്റ്റർ ചെയ്ത് കിട്ടുകയും ചെയ്തു. ഒരു റോഡിൻ്റെ പുറകെ ഓടിയാണ് ഉച്ചയായിരുന്നു സർട്ടിഫൈ ചെയ്ത് കിട്ടാനായിട്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് പിന്നെ ഒരു ലഞ്ച് ബ്രേക്കിന് പോയി ഉച്ച കഴിഞ്ഞാണെന്നും ഒരു പാൻ കാർഡ് അതിനോടൊപ്പം നമ്മുടെ അലുമിനി അസോസിയേഷൻ്റെ പേരിൽ ഒരു പാൻ കാർഡും ഫോം ചെയ്യണം എന്നൊക്കെ ഒരു തീരുമാനങ്ങൾ ആ ഒരു മീറ്റിങ്ങിലായി. നമ്മുടെ കോളേജിലേക്കുള്ള യാത്രാ സൗകര്യങ്ങൾ കുട്ടികൾക്കും അധ്യാപകർക്കും പണ്ട് കാലങ്ങളിൽ ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങളിവിടെ പഠിച്ച് അതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് അങ്ങനെ ആ ഒരു യോഗത്തിൽ ഒരു തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇന്നിവിടെ നമ്മുടെ കോളേജിന് മുന്നിലൂടെ ഏകദേശം ഒരു 4 ട്രിപ്പുകളുണ്ടല്ലോ സാറേ ഗ്രാമവണ്ടി നമ്മുടെ കോളേജിന് മുന്നിലൂടെ പോകുന്നുണ്ട്. TV പുരം, മൂത്തേടുത്തുകാവ്, അതേപോലെ കൊതവറ, വെച്ചൂര് അങ്ങനെ സ്ഥലങ്ങളെയൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് ഗ്രാമവണ്ടി ഓടുന്നുണ്ട്. അത് വളരെയധികം സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. സെപ്റ്റംബർ 18-ാം തീയതി
വീണ്ടും ഇതുപോലൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിയിരുന്നു. അതിൽ ആദ്യം ഉരുത്തിരിഞ്ഞൊരു തീരുമാനം ഓണം ആഘോഷം ഒന്ന് നമ്മുടെ അലുമിനിയുടെ നേതൃത്വത്തിൽ ഒരു ഓണം ആഘോഷം നടത്തിയാൽ കൊള്ളാമെന്നൊരു തീരുമാനമൊക്കെ വന്നിരുന്നു. പക്ഷേ ഡേറ്റുകൾ എടുത്തിരുന്നെങ്കിലും അത് പിന്നീട് ഒരു അലുമിനി മീറ്റിംഗ് ആയിട്ട് തന്നെ കൂടുകയാണ് ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 31 പേരോളം ഒരു അഭിപ്രായമായിട്ടുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മെയ് മാസം 1-ാം തീയതി ജനറൽ ബോഡി കൂടാമെന്നൊരു തീരുമാനം എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ സാധിച്ചു എന്നുള്ളത് വളരെയധികം ഒരു ചാരിതാർത്ഥ്യം നൽകുന്നൊരു കാര്യമാണ്. അങ്ങനെ എത്തി നമ്മുടെ ഇന്നത്തെ ദിവസം മെയ് മാസം 1-ാം തീയതി നമ്മുടെ ഈ പൊതുയോഗ നടപടികളിലേക്കൊക്കെ എത്തി. Corpus funds donation to college development fund 2,31,000. College PTA for society registration 3,500. Excess of income over expenditure 10,052.92 paise. Assets related fixed assets interactive panel board 1,66,000. Intangible assets preliminary expense 3,500. Current assets cash at bank 75,553.92. Total 2,45,053.92. assets. സാമ്പത്തിക സ്ഥിതി വിവര കണക്കാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഇപ്പോൾ റിപ്പോർട്ട് ഞാൻ ചോദിച്ചപ്പോൾ രഞ്ജിത്ത് എന്നോട് ഒരു പേപ്പർ മാത്രമാണ് കാണിച്ചത്. അപ്പോൾ അതിൽ മലയാളത്തിൽ എഴുതിയിരിക്കുന്നതെന്ന് ഓർത്താൽ ഞാൻ ഇപ്പോൾ ഈ സ്ഥാനത്ത് നിൽക്കാൻ പറ്റുന്നതുമെല്ലാം ആ ഉയർച്ചയുടെ ഭാഗമാണ് എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാൻ. എൻ്റെ പേര് അനിൽകുമാർ എന്നാണ്. ഞാൻ ഗവൺമെൻറ് LP സ്കൂള് കീഴൂർ ഹെഡ് മാസ്റ്ററാണ്. ഇപ്പോൾ 2 വർഷമായിട്ട് 18 വർഷക്കാലം കീഴൂരം സ്കൂളിലെ അധ്യാപകനായിരുന്നു. എന്തായാലും നമുക്ക് നല്ലൊരു കാലത്തിൻ്റെ തികവിൽ 2 അധ്യാപകർ നമ്മുടെ കോളേജിൽ നിന്ന് വിട പറയുകയാണ്. ജന്മം കൊണ്ട് അവർ ഈ നാട്ടുകാരല്ലെങ്കിലും കർമ്മം കൊണ്ട് ഈ നാടിനെ സേവിക്കുവാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതിൽ ഏറെ ചാരിതാർത്ഥ്യമുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ കോളേജിൻ്റെ വികസനത്തിനൊപ്പം നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് കോളേജിനെ എക്കാലത്തെയും നല്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാക്കുന്നതിൽ ഏറെ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വരും കാലങ്ങളിലും അവരുടെ സേവനങ്ങൾ ഈ കോളേജിന് ഒരു അസറ്റായിരിക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട റോയ് സാറിൻ്റെ നേതൃത്വത്തിൽ ഈ അലുമിനിയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 1 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് അത് ഞാൻ ജിംസ് സാറിനോട് പറയുകയും ചെയ്തു. ജിംസ് സാറ് അത് അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതായത് ഞാൻ പറഞ്ഞു 60ഓളം വിദ്യാർത്ഥികൾ ജോസഫ് സാർ ഉൾപ്പെടെ അതിൽ പങ്കെടുക്കുന്ന ഒരു 60ഓളം കുട്ടികൾ വരുന്നു. അപ്പോൾ അവർ തീരുമാനിക്കുന്ന അവരുടെ സമയത്തിന് പറ്റുന്ന സമയങ്ങളിലാണ് കോളേജിലേക്ക് എത്തിച്ചേരുന്നത്. നമ്മൾ അലുമിനി പറയുമ്പോൾ അവർക്ക് നമ്മൾ തീരുമാനിക്കുന്ന ഡേറ്റിലേക്ക് എത്തിച്ചേരുവാൻ അല്പം പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. അതിനിവിടെ സൂചിപ്പിച്ച ഒരു പ്രധാന കാര്യം, നമ്മൾ 5 പേരെ ഒരു ബാച്ചിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ആ 5 പേര് വരാൻ തയ്യാറുള്ള 5 പേര് തിരഞ്ഞെടുത്താൽ കൃത്യമായിട്ട് നമുക്കൊരു 50 പേര് എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന രീതിയിലേക്ക് ഈ അലുമിനി അസോസിയേഷൻ മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങളായിരിക്കണം വരും കാലങ്ങളിൽ നമുക്ക് ഉണ്ടാകുന്നത്. ആ പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നതാണ്. 2024 സെപ്റ്റംബറിന് മുൻപ് തന്നെ നമ്മളൊരു മീറ്റിംഗ് കൂടിയിരുന്നു. അത് ജോസിക്കും ലക്ഷ്മിക്കും പിന്നെ നമ്മുടെ രശ്മിക്കും ഒക്കെ അറിയാം, നന്ദനൊക്കെ അറിയാം. അന്നാണ് നമ്മൾ ഈ IQAC-യുടെ 5ാമത്തെ 5.6 എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയയിൽ നിങ്ങൾക്ക് ഒരു രജിസ്റ്റേഡ് അലുമിനി ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അത് നമ്മൾ യെസ് ഈ പ്രാവശ്യം ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ അലുമിനിയുടെ പ്രവർത്തനം നമ്മൾ ആരംഭിക്കുന്നത്. അതിനുശേഷമാണ് 2000 ജോസിയും ലക്ഷ്മിയും ഒക്കെ മാറിയ സമയത്തിന് ശേഷമാണ് നമ്മൾ രജിസ്ട്രേഷൻ പോയെന്നുള്ളതേ ഉള്ളൂ. 2024 ഓഗസ്റ്റിൽ രജിസ്ട്രേഷൻ പോകുന്നതിന് മുൻപ് തന്നെ നമ്മളിതിൻ്റെ പരിപാടികൾ പഠിക്കുന്നത് ഇവിടെ തന്നെയാണ്. ഞാനിപ്പോൾ ആനന്ദിനോട് പറയുകയായിരുന്നു, പാലാത്ത് പിന്നെ അൽഫോൺസ കോളേജ് 2 പേർ കോളേജിനെ മറ്റുള്ളവരുടെ മുൻപിൽ കോളേജ് അത് അലുമിനി ആയാലും ശരി, അധ്യാപകരായാലും ശരി, ഇവിടുത്തെ വിദ്യാർത്ഥികളാണെങ്കിലും ശരി, ആ ഒരു കാര്യത്തോടെ സ്ഥാപനം നിലനിന്ന് പോയെങ്കിൽ മാത്രമേ നമുക്കൊരു ചുവരെഴുതാനായിട്ട് ചിത്രം വരയ്ക്കാൻ്റെ ചുവര് വേണമെന്ന് പറഞ്ഞതുപോലെ
പരിപാടികൾ മുൻപോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും LP സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്, ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്, ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പറ്റുന്ന രീതിയിൽ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ടുള്ളൊരു തീവ്രമായിട്ടുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുക. കാരണം ഈ മെയ് മാസത്തിൽ ഞാനിവിടെ നിന്ന് പോകുമെങ്കിലും അല്ലെ ഞാനും ജിംസൺ സാറ് പോകുമെങ്കിലും വല്ലപ്പോഴും ഒക്കെ ഉറക്കം കെടുത്തുന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. നമുക്കറിയാം, സമയം വളരെ അതിക്രമിച്ചു. ഇവിടെ ഈ ഒരു ചടങ്ങ് നടത്തി എന്നതിന് വളരെ ചാരിതാർത്ഥ്യത്തോടെ മനസ്സ് നിറഞ്ഞ ഒരു വ്യക്തിയായിട്ട് ആണ് ഞാൻ തിരിച്ചു പോകുന്നത്. ഈശ്വരൻ എണ്ണി തന്ന ദിനങ്ങൾ ഇവിടെ ഒരു സമർപ്പിത ശുശ്രൂഷ കഴിഞ്ഞ് പടിയിറങ്ങുന്ന ജിംസൺ സാറിനും ടോണി സാറിനും പ്രത്യേക പ്രാർത്ഥനയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുന്നു. ഈ സംഘാടനത്തിന് ഇവിടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകം ഓർമ്മയിൽ സൂക്ഷിക്കുന്നു. അവരെല്ലാം ദൈവത്തിൻ്റെ കൃപ ഉണ്ടാകട്ടെ. ഈശ്വരനെ കണ്ടില്ലെങ്കിൽ ഈശ്വരനെ കണ്ടുപെടുത്തണം എന്ന വോൾട്ടേർ പറഞ്ഞ പോലെ, we does not see God, we should invent God. ഈ സാന്നിധ്യം കൊണ്ടാണ് ഈശ്വരൻ്റെ ആ സാന്നിധ്യം സെൻറ്റ് സേവേഴ്സിൻ്റെ ഈ അങ്കണം വളരെ പുണ്യപ്പെട്ട ഒരു മണ്ണായിട്ട് ഇവിടെ ഏറ്റവും പ്രായം ചേർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എത്തിച്ചേർന്ന നിലയിൽ ഞാൻ ഇപ്പോഴും കണ്ടെത്തുകയാണ്. ഈ അലുമിനി അസോസിയേഷനൊക്കെ ഒരു പാരമ്പര്യത്തിൻ്റെ കണ്ടെത്തലാണ്. ഇറ്റ് ഈസ് ദി ഇൻവെൻഷൻ ഓഫ് ട്രഡീഷൻ. വി ആർ പ്രാക്ടീസിങ് the earlier experiences at present. So presenting these affairs that took place today is actually an invention, just like the invention of the invention of tradition. We should keep it up. Thank you. നമ്മുടെ ഇന്നിവിടെ പ്രസൻ്റായിരിക്കുന്ന അലുമിനി 42 വർഷത്തെ പാരമ്പര്യവും ആയിരക്കണക്കിന് സ്റ്റുഡൻസും പാസ്സായി പോയ ആൾക്കാരുടെ ഒരു പരിചയമൊന്നും അല്ല ഇവിടെ ഇരിക്കുന്നു. 4-5 പേരെ മാത്രം വിളിച്ച് ഇതിൻ്റെ പുറകെ നടന്നാൽ നമുക്ക് തീർച്ചയായിട്ടും ധാരാളം പേര് പങ്കെടുക്കുന്ന ഒരു ഇതായിട്ട് മാറ്റാനായിട്ട് പറ്റും. ഇതൊരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള അലുമിനി ആയി എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. ഇത്രയും നാൾ നമ്മൾ വളരെ കാഷ്വലായിട്ട് പല സ്ഥലത്തും ചേർത്തിട്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും കൂടി ചേർത്തിട്ടാണ് നമ്മളൊരു അലുമിനി മീറ്റിംഗ് എല്ലാം കൂടിയിരുന്നത്. പക്ഷേ ഇത്തവണ നമുക്കൊരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള ഒരു അലുമിനി ഉണ്ട്. അത് നമ്മുടെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് മാത്രമാണിത്. പിന്നെ നമുക്കൊരു ബേസായിട്ടെടുത്ത് നമുക്കത് വികസിപ്പിച്ചെടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. നമ്മളൊന്ന് അനുസരിച്ച് കഴിഞ്ഞാൽ ഒരു സയൻറ്റിഫിക്കായിട്ട് പ്ലാൻ ചെയ്ത് നമുക്ക് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് അടുത്ത വർഷം അത് നടത്താൻ സാധിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ധാരാളം പേരുടെ പ്രവർത്തനം എൻ്റെ പുറകിലുണ്ട്. നമ്മുടെ റോയ് സാറ് തോമസ് സാറ് പറഞ്ഞ പോലെ IQACയുടെ ഒരു ഐഡിയ നല്ല തുടങ്ങിയതാണ്. കൂടാതെ റോയ് സാറിൻ്റെ ഒരു വളരെ ശക്തമായിട്ട് പ്രവർത്തനം. സാറിനോട് ഞാൻ കോട്ടയത്ത് പോയിട്ടുണ്ട്. ഇത് രജിസ്റ്റർ ചെയ്ത് ആ ഫോർമാലിറ്റീസിൽ കൂടെയൊക്കെ നടത്തിക്കൊണ്ട് പോകാനായിട്ട് സാറ് മുൻകൈ എടുത്തതാണ്. സാറിനോടുള്ള ഒരു പ്രത്യേക നന്ദി ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞുകൊള്ളുന്നു. കൂടാതെ വളരെ ഭംഗിയായിട്ട് നടന്നു പോകുന്ന അലുമിനിയുടെ പ്രോഗ്രാംസ് ഉണ്ട്. ആനന്ദിൻ്റെ ബാച്ചിലുള്ള ജൂബിയുടെ എല്ലാം ബാച്ചിലുള്ള തോമസ് സാറ് പറഞ്ഞ പോലെ MG യൂണിവേഴ്സിറ്റി തന്നെ ഏറ്റവും കൂടുതൽ പ്രൈസ് മണി കൊടുക്കുന്ന ഒരു ക്വിസ് പ്രോഗ്രാമാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. പിന്നെ പല ബാച്ചുകളായിട്ട് നമുക്കൊരു കോർഡിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇൻഡിവിജ്വലായിട്ടുള്ള പല ബാച്ചുകളും ഇവിടെ ഒരു വർഷത്തിൽ പലതവണ കൂടാറുണ്ട്. ഒരു സബ്ജക്റ്റ് വൈസ് ആയിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പ്രീ ഡിഗ്രിയുടെ ഒരു ബാച്ച് വൈസ് ആയിട്ട്. ഇതെല്ലാം നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് ഈ ഒരു അംബ്രല്ലയുടെ അടിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഓഡിറ്റോറിയം നിറഞ്ഞിരിക്കുന്ന ഒരു പരിപാടിയായിട്ട് അടുത്ത കൊല്ലം തീർച്ചയായിട്ടും നടത്താനായിട്ട് സാധിക്കും.
നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നടത്താനായിട്ട് പറ്റുമെന്ന് തന്നെയാണ് വിശ്വാസം. ഇന്നിവിടെ എത്തി TC മേടിക്കാൻ വരുമ്പോൾ കുട്ടികൾ എന്താണെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാൻ വില്ലിങ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് ഇതുണ്ടാകും. പിന്നീട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരുപാട് സ്റ്റുഡൻസ് വരാൻ, അതായത് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ വരാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറയുമ്പോൾ ലേഡീസിൻ്റെ കാര്യമാണ് പറയുന്നത്. അവർക്ക് വീട്ടിൽ നിന്ന് പെർമിഷൻ കിട്ടാത്ത സാഹചര്യം ഉണ്ടാകും. ആ DLSA വഴി ഇവിടെ ക്ലാസ്സുകൾ വയ്ക്കാൻ സംഘടിപ്പിക്കാനും പറ്റും. അത് ഇവിടുത്തെ സ്റ്റുഡൻസിനൊരു ഇമ്പ്രൂവ്മെൻറ്റിന് നല്ലൊരു കാര്യമായിരിക്കും. അങ്ങനെ ക്ലാസ്സുകൾ കേൾക്കുന്നത് ലോയെ സംബന്ധിച്ച് നിയമം എന്താണെന്ന് അവരെ പഠിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പണ്ടത്തെ പോലെ കുട്ടികളാരും നടന്ന് കോളേജിലേക്കൊന്നും വരാൻ ഇഷ്ടപ്പെടാത്തവരാണ്. അപ്പോൾ ഈ ഇപ്പോൾ ഉള്ള ബസ് സർവീസ് ഉപയോഗിക്കാനും താല്പര്യപ്പെടത്തില്ല. അപ്പോൾ കോളേജിൻ്റെ ഭാഗത്തുനിന്നും രക്ഷിതാക്കളെ വിളിച്ചുകൂട്ടി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡൊണേഷൻ സ്വീകരിച്ചുകൊണ്ട് ഒരു ബസ് സർവീസ്, അതായത് ഒരു ബസ് സ്വന്തമായി കോളേജിനുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുട്ടികൾ വരും. അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. ശരിക്കും വാഹനം മേടിച്ച് കോളേജിന് മാനേജ് അതുപോലെ നമ്മുടെ ഈ കോളേജിൻ്റെ അംബാസഡർമാരാണ് അലുമിനീസും, അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകരൊക്കെ, പൂർവ്വ അധ്യാപകരൊക്കെ. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഇതേപോലെ ഒരു മീറ്റിംഗ് കൂടുമ്പോഴത്തേക്കും കുറച്ചുകൂടി പാർട്ടിസിപ്പേഷൻ ആവശ്യമാണ്, പങ്കാളിത്തം. അല്ലെങ്കിൽ ഒരു വേദി എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ കുറച്ചുകൂടി ജീവൻ, ഒരു ചലനം ഉണ്ടാകണം. അതനുസരിച്ചുള്ള ആൾക്കാർ നമുക്ക് പങ്കെടുപ്പിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കണം. അതിനുവേണ്ടി എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞ ഒരു നിർദ്ദേശം നല്ലതായിരുന്നു. നമ്മുടെ ക്യാമ്പസ് ലൈവായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഒരു ആത്മാവ് ജീവനുമുള്ള ഒരു സമയം, ആ സമയത്ത് ആണ് നമ്മുടെ പ്രോഗ്രാം എങ്കിൽ കുറച്ചുകൂടി, കാരണം നമുക്ക് ഇതേപോലെ ഒരു ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ ശരിക്കും ഇതേപോലെ ഒരു വേദി. അപ്പോൾ അതൊരു നമുക്കൊന്ന് ആലോചിക്കാവുന്ന കാര്യമാണ്. സാധാരണ സാങ്കേതികമായ പ്രശ്നം പറഞ്ഞു എങ്കിലും അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ നല്ലതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഓരോ ബാച്ചിലും ഏതെങ്കിലും സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന തരത്തിലുള്ള അലുമിനീസ്, ഇപ്പോൾ ഉദാഹരണം പൊളിറ്റിക്കൽ ഫീൽഡിൽ ഇപ്പോൾ നമ്മുടെ MLA അല്ലെങ്കിൽ സ്പോർട്സ് മേഖലയിൽ അല്ലെങ്കിൽ ആർട്സ് മേഖലയിലൊക്കെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തികൾക്ക്, ദാറ്റ് മീൻസ് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ അറ്റ്ലീസ്റ്റ് അവരുടെ ബാച്ചിലെങ്കിലും ഉള്ള കുട്ടികളെ ഒന്ന് അവർ ഒന്ന് കോൺടാക്ട് ചെയ്ത് നിങ്ങൾ വരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാച്ചിലുള്ള വിദ്യാർത്ഥികളെങ്കിലും ചിലപ്പോൾ അവരുടെ മറ്റ് ബാച്ചുകളിലേക്കൊക്കെ അത് പോയിട്ട് നമുക്ക് കുറച്ചുകൂടി പ്രാതിനിധ്യം ഉറപ്പിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പൂർവ്വ അധ്യാപകരുടെ ഒരു മെസ്സേജ്, ഇപ്പോൾ നമ്മുടെ ജനറൽ ബോഡി ഇന്ന ദിവസം നടക്കുന്നുണ്ട്, നിങ്ങൾ വരുമോ, നിങ്ങൾ വരണം എന്നുള്ളൊരു അവരുടെ ഒരു വാട്സാപ്പിലൂടെ ഒന്ന് കമ്മ്യൂണിക്കേറ്റീവ് ആണെങ്കിൽ ഒരു പക്ഷേ ഞങ്ങളുടെ അധ്യാപകർ വരുന്നുണ്ട്, പഴയ അധ്യാപകരൊക്കെ ഉണ്ട്, അവരെ കൂടെ കാണാം എന്നുള്ള ഒരു ചിന്തയിൽ കുറച്ചുകൂടി വിദ്യാർത്ഥികൾ വരും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന വിദ്യാർത്ഥികളിലൂടെയുള്ള മെസ്സേജുകൾ കൊടുക്കാം. പിന്നെ നമ്മുടെ പൂർവ്വ അധ്യാപകരുടെ മെസ്സേജുകൾ വാട്സാപ്പിലൂടെ മീഡിയ. പിന്നെ നമ്മൾ അതുപോലെ തന്നെ നമുക്ക് നമ്മൾ പത്രങ്ങളൊന്നും കൊടുക്കില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇഫക്റ്റീവായിട്ട് ഒന്ന് രണ്ട് തവണ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു അഡ്വർടൈസ്മെൻ്റ് ആവും. പിന്നെ പേഴ്സണലായിട്ട് പരമാവധി കോണ്ടാക്ട് ചെയ്ത് പരമാവധി വിദ്യാർത്ഥികളെ നമുക്ക് പങ്കെടുപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു നിർദ്ദേശമാണ് നൽകാനുള്ളത്. എന്താണെങ്കിലും നമുക്ക് ഇതൊരു പരാജയമൊന്നുമല്ല. തീർച്ചയായിട്ടും ചെറിയൊരു സദസ്സാണെങ്കിൽ പോലും ഇതൊരു വലിയ കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തു. ഒത്തിരി വലിയ ആശയങ്ങൾ കാര്യങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു കമ്മ്യൂണിറ്റി അവിടെ ചേർന്നെങ്കിലും എൻ്റെ മനസ്സെപ്പോഴും ഈ കോളേജിനെ ചുറ്റിപ്പറ്റി നിന്നപ്പോഴത്തേക്കുമാണ് ഇവിടെ BA എക്കണോമിക്സ് ബാച്ച് തുടങ്ങുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഒരു കുറച്ചുകൂടി ഹയർ കോളേജിൽ പഠിക്കാൻ കിട്ടിയ അവസരം ഞാൻ തീർച്ചയായിട്ടും വേണ്ടെന്ന് വെച്ചു. അതിനേക്കാൾ മാത്യുമാനു സാറിനെ പോലെയുള്ള ബാബു ജോസഫ് സാറിനെ പോലെയുള്ള അധ്യാപകർ, അവരൊക്കെ അന്ന് ഞങ്ങൾക്ക് ഏറ്റവും സ്നേഹ ആരാധരായിരുന്നു. അവരോടൊപ്പം അവരിൽ നിന്ന് ഇനിയും പഠിക്കണമെന്ന് ആഗ്രഹം കൊണ്ട് ഇവിടെ വന്നു ചേർന്നത് ഒരിക്കലും നഷ്ടമായിട്ട് തോന്നുന്നില്ല. ഇതിന് വലിയ ഒരു മുതൽക്കൂട്ട് ആണ് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അത് ജീവിതത്തിൽ ഒത്തിരി വഴികാട്ടിയായിട്ടും വളർച്ചയ്ക്കൊക്കെ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ക്ലാസ്സുകളും ഒക്കെ ഇപ്പോഴും വഴികാട്ടുന്ന ഗുരുക്കന്മാരായിട്ട് ഇവരൊക്കെ നിൽക്കുവാണ്. തീർച്ചയായിട്ടും സെൻറ്റ് സേവിയേഴ്സ് കോളേജ് ഇവിടെ നിന്ന് പഠിച്ചു പോകുന്ന ഓരോ വിദ്യാർത്ഥിയും പറയാറുണ്ട് അവരുടെ ഹൃദയത്തെ സ്പർശിച്ച ഒരു കലാലയമാണെന്ന്. ഒരു അധ്യാപക വിദ്യാർത്ഥി ബന്ധം ഏറ്റവും ആഴത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു കലാലയം. കാരണം നമ്മൾ ഇതിന് ശേഷം പഠിച്ച മറ്റ് കോളേജുകളൊക്കെ ഉണ്ട്. നമുക്കെങ്കിലും
സെൻറ്റ് സേവിയേഴ്സ് കോളേജ് എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേകത തന്നെയുണ്ട്. ഇപ്പോഴും നല്ല ജീവസുദ്ധ ഒരു കലാലയ അന്തരീക്ഷം ഇവിടെയുണ്ട്. ഇവിടെ വരുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഭാഗ്യമുള്ളവർ തന്നെയാണ്. അവർ വന്നു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് കൂടുതൽ കുട്ടികളെ ഇവിടെ എത്തിച്ച് നമ്മുടെ എല്ലാ റിസോഴ്സസും അവർക്ക് പങ്കുവെച്ചുകൊണ്ട് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാം. അതിന് എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണങ്ങളും ഉണ്ടാവും. ഓരോ ജീവിത തിരക്കുകളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുള്ള എങ്കിൽപ്പിടിയും സെൻറ്റ് സേവിയേഴ്സ് കോളേജ് എന്ത് പരിഗണിച്ചാലും സമയം കണ്ടെത്തി എത്തിച്ചേരും. അപ്പോൾ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ വാക്കുകൾ